ഒരിക്കൽ സ്വഹാബാക്കളോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബ, നിങ്ങൾ കണ്ടതിൽ ഏറ്റവും കട്ടിയേറിയത് ശക്തിയേറിയതെന്താണ്? ഒരു സ്വഹാബി പറഞ്ഞ്, കരിമ്പാറയാണോ റസൂലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ്, ആ കരിമ്പാറയെ ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ച് തകർത്താലോ? അപ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞ്, ഇരുമ്പ് തണ്ടാണോ ഏറ്റവും കട്ടിയേറിയത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ്, ആ ഇരുമ്പ് തണ്ടിനെ തീയിലേക്ക് വെച്ച് കൊടുത്താൽ ഉരുകിത്തീർന്നാലോ? അപ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞ്, അപ്പോൾ തീയാണോ റസൂലേ ഏറ്റവും കട്ടിയേറിയത്? റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞ്, ആ തീയിലേക്കൊരൽപ്പം വെള്ളം കോരിയൊഴിച്ചാലോ? അപ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞ്, അപ്പോൾ വെള്ളമായിരിക്കും ഏറ്റവും കട്ടിയേറിയതല്ലേ റസൂലേ? റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞ്, ആ വെള്ളത്തെ കാറ്റുകൊണ്ട് തടഞ്ഞു നിർത്തിയാലോ? സഹാബത്ത് പറഞ്ഞ്, അപ്പോൾ കാറ്റാണോ ശക്തിയേറിയത്? ഞങ്ങൾക്കറിയില്ല റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ്, സഹാബ, നിങ്ങൾ കട്ടിയേറിയതെന്ന് ശക്തിയേറിയതെന്ന് നിങ്ങൾ പറഞ്ഞ ഈ കരിമ്പാറയെയും ഇരുമ്പ് തണ്ടിനെയും ചുട്ടുപൊള്ളുന്ന തീയെയും കാറ്റിനെയും വെള്ളത്തെയും എല്ലാത്തിനെയും എല്ലാ ശക്തിയെയും തടഞ്ഞു വെക്കാൻ തടുത്തു മാറ്റാൻ കഴിവുള്ള ശക്തിയുള്ള മൂർച്ചയേറിയ ഒരായുധമുണ്ട് സഹാബ. അത് ദുആയാണ്, അത് പ്രാർത്ഥനയാണ്. ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും അല്ലാത്തപ്പോഴും ഒരു മുഅ്മിനിൻ്റെ ആയുധം ഈ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നാം നേരിടുന്ന ഏത് പ്രയാസത്തെയും പ്രതിസന്ധിയെയും അപകടത്തെയും തട്ടിമാറ്റി തടഞ്ഞു നിർത്തി നമുക്ക് സമാധാനം നൽകാൻ രക്ഷാധികാരിയായി അല്ലാഹുവല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അവൻ്റെ ഖളായിൽ മാറ്റം വരുത്താൻ മറ്റൊരു ശക്തിക്കുമാവില്ല. ദുആ എന്ന പ്രാർത്ഥനയെന്ന ആയുധം മുറുകെ പിടിച്ച് ഇരു കരങ്ങളും അവനിലേക്ക് നീട്ടാം. ഹുനാലിക്കൽ വലായതു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഹുക്ബ.